ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ഹാൻഡ് വർക്ക്സ്. ഇന്ന് നമുക്ക് പിസ്റ്റൽ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫ്ലവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ കുറച്ച് സർക്കിൾസ് വരയ്ക്കണം. എത്ര പൂ വേണോ അത്രയും സർക്കിൾസ് വരയ്ക്കുക. അപ്പോൾ സർക്കിൾസ് വരയ്ക്കണോടൊപ്പം അതിൻ്റെ ഉള്ളിലും ഒരു ചെറിയ സർക്കിൾ വരയ്ക്കണം. ഓരോ ഔട്ടർ സർക്കിളിൻ്റെ ഉള്ളിലും ഒരു ഇന്നർ സർക്കിളും കൂടെ വരയ്ക്കണം. അപ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റുക. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ്സാണ്, സ്റ്റാൻഡേർഡ് കോട്ടൺ. ഞാനിപ്പോൾ ഇവിടെ 3 കളർ ഉപയോഗിക്കുന്നുണ്ട്. ഈ കാണുന്ന 3 കളർ ഉപയോഗിച്ചാണ് നമ്മൾ ഫ്ലവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. 2 പൂ ഞാൻ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നടുക്കിൽ മുത്ത് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് ചെയ്യാനുള്ളത്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സർക്കിൾ വരച്ചതിന് ശേഷം ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നടുക്കിൽ ഒരു ഇന്നർ സർക്കിളും പുറത്തൊരു ഔട്ടർ സർക്കിളും നമ്മൾ ഓൾറെഡി വരച്ചു. എന്നിട്ട് അത് കൂടാണ്ട് ഈ സെൻറ്ററിൽ കൂടെ കുറച്ച് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്റ്റിച്ചസ് ചെരിഞ്ഞു പോവാതെ നേരെ വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെരിഞ്ഞു പോകാൻ പിന്നെ ഒരു ഭംഗിയില്ലാതെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സെൻറ്ററിൽ കൂടെ ഉള്ള സ്ട്രെയിറ്റ് ലൈൻസ് വരച്ച് വെച്ചാൽ പിന്നെ നമ്മുടെ സ്റ്റിച്ചസ് ഒന്നും ചെരിഞ്ഞു പോവില്ല, നേരെ വന്നോളും. ഭംഗിയിൽ നമുക്ക് ആ സ്റ്റിച്ചസൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റിച്ച് ഉള്ളിലത്തെ ഇന്നർ സർക്കിളിന്മേൽ വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഏതെങ്കിലും സ്ട്രെയിറ്റ് ലൈനിൽ തുടങ്ങാം. അപ്പോൾ ഈ സർക്കിളിന്മേലുള്ള സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഞാൻ തുടങ്ങാൻ പോകുന്നത് ഇവിടെ കുറേ ലൈൻസ് ഉണ്ട്. അതിനകത്ത് ഈ ലൈൻ എടുക്കാൻ പോവാണ്. ഇവിടെ നിന്ന് തുടങ്ങാൻ പോവാം. അപ്പോൾ താഴത്തുനിന്ന് വേണം സൂചി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. താഴത്തുനിന്ന് എടുക്കാൻ പോവാണ്. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനുമേ തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈനുമേ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ച് ചെരിയാതെ നേരെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റിച്ച് ചെരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആവുന്നതും സ്ട്രെയിറ്റ് ലൈനുമേ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണത്. അപ്പോൾ ചുറ്റും നമുക്ക് ഭംഗിയിൽ ചെയ്ത് തീർക്കാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് നീളത്തിലുള്ള സ്റ്റിച്ചാണ്. ഈ സർക്കിളും കഴിഞ്ഞ് ഇവിടെ വരെ എത്തുന്ന സ്റ്റിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നൂല് ഇങ്ങനെ വലിച്ചു പിടിച്ചു. എന്നിട്ട് ഈ സൂചിമേ കൂടെ 2 പ്രാവശ്യം ഒന്ന് ഈ നൂല് റൗണ്ട് ചെയ്യണം. 1 2. എന്നിട്ട് നമുക്ക് എവിടെയാണോ ഈ സ്റ്റിച്ച് അവസാനിപ്പിക്കേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് സൂചി താഴത്തേക്ക് വലിക്കണം. ഇങ്ങനെ താഴത്തേക്ക് വലിക്കുക. അപ്പം ഞാൻ ഈ കൈ കൊണ്ട് ഈ നൂല് വലിച്ച് പിടിച്ചിട്ടുണ്ട്. ടൈറ്റായിട്ട് വലിക്കേണ്ട, ചെറുതായിട്ടൊന്ന് വലിച്ച് പിടിച്ചാൽ മതി. അതുപോലെ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ 2 നൂലും കൊണ്ട് ഒരുമിച്ച് ഇങ്ങനെ ഒന്ന് വലിച്ച് പിടിക്കുക. ഇതുപോലെ ഒന്ന് കൈ വെച്ച് കൊടുക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ പിസ്റ്റൽ സ്റ്റിച്ച്. അപ്പോൾ ഇനി ചെയ്യാൻ പോണതൊക്കെ സെയിം സ്റ്റിച്ച് തന്നെയാണ്. ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റിച്ചുകളാണ് ഇനി ചെയ്യാൻ പോണത്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനേലും തൊട്ട് ചെറിയൊരു സ്റ്റിച്ചാണ്. തൊട്ട് താഴെയായിട്ടൊരു സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇട്ട് പൂവിൻ്റെ പെറ്റൽസ് പോലെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. വീണ്ടും ഈ നൂല് വലിച്ചു പിടിക്കുക. എന്നിട്ട് 2 റൗണ്ട് ചുറ്റുക. എന്നിട്ട് എവിടെ വരെയാണ് സ്റ്റിച്ച് വേണ്ടത് അവിടെ വരെ എടുത്തിട്ട് അവിടെ സൂചി താഴത്തേക്ക് കൊണ്ടുപോവാം. അപ്പോൾ ഈ കൈ കൊണ്ട് ഈ നൂല് ഒന്ന് വലിച്ചു പിടിക്കുക. എന്നിട്ട് വേണം, വല്ലാണ്ട് വലിച്ചു പിടിക്കേണ്ട, ചെറുതായിട്ടൊന്ന് പിടിക്കുക. എന്നിട്ട് സൂചി താഴ്ത്തുനിന്ന് വലിക്കുക. ഒപ്പം തന്നെ ഈ നൂലൊന്ന് പിടിച്ചു കൊടുക്കുക. രണ്ടാമത്തെ പിസ്റ്റൽ സ്റ്റിച്ചായി. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിനേലും കുറച്ച് ചെറുതാണ്. വീണ്ടും നൂല് പിടിച്ചു. സൂചിമേ കൂടെ 2 പ്രാവശ്യം ഉണ്ട്. 1 2. എന്നിട്ട് ഞാൻ ഇവിടം വരെയാണ് എടുക്കാൻ പോണേ. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ സൂചി താഴ്ത്തേക്ക് കൊണ്ടുപോവാണ്.
അപ്പം ഈ നൂലൊന്ന് പിടിച്ചു കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റിച്ചായി. അടുത്തത് ഞാൻ ഇതേ സർക്കിളിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ചെയ്യാൻ പോണേ. ഇതേ നീളത്തിൽ തന്നെ ചെയ്യാൻ പോണത്. ഇത് കുറച്ചിങ്ങനെ ചെരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ എത്തുമ്പോഴേക്കും നമുക്കത് ശരിയാക്കണം. ഈ സ്ട്രെയിറ്റ് ലൈനെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക നമ്മുടെ ചെരിഞ്ഞ് പോകുന്നുണ്ടോയെന്ന്. ചെരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ, അടുത്തുള്ള സ്ട്രെയിറ്റ് ലൈനെ നോക്കി അതിനൊന്ന് സ്ട്രെയിറ്റാക്കി കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും നമുക്കത് സ്ട്രെയിറ്റാക്കി എടുക്കാം. അപ്പോൾ ഇനിയത്തെ ഞാൻ മുൻപത്തെ സ്റ്റിച്ചിൻ്റെ അതേ വലുപ്പത്തിൽ അതേ നീളത്തിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ സൂചിമേക്കോടെ 2 പ്രാവശ്യം ചുറ്റുക. 1 2. എവിടെ വരെയാണ് സ്റ്റിച്ച് വേണ്ടത് അവിടെ സൂചി താഴത്തേക്ക് കൊണ്ടുപോവുക. അപ്പം തന്നെ ഇതൊന്ന് വലിച്ചു പിടിക്കുക. അടുത്ത സ്റ്റിച്ച് കുറച്ചും കൂടെ നീളത്തിലെടുക്കണം. ഇവിടെയായിട്ട് വീണ്ടും നൂലിങ്ങനെ പിടിക്കുക. 2 പ്രാവശ്യം സൂചിയുമേ റൗണ്ട് ചെയ്യുക. എവിടെയാണോ നമ്മുടെ സ്റ്റിച്ച് അവസാനിക്കേണ്ടത് അവിടെ സൂചി താഴത്തേക്ക് കൊണ്ടുപോകാം. പിന്നെ നെക്സ്റ്റത്തെ സ്റ്റിച്ച് നമ്മുടെ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ നേരെ വേണം, സ്ട്രെയിറ്റ് ലൈനിന്മേ കൂടെ എടുക്കുക. അപ്പോൾ ഇതുവരെ ചെരിഞ്ഞിരിക്കുന്നതൊക്കെ നേരെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. ഒന്ന് 2 നെക്സ്റ്റ് അത് ഇവിടെ ഇട്ട് ഇനി ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് പോയാൽ മതി. വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല അതിനകത്ത്. നമുക്ക് നമ്മുടെ കുർത്തിയുടെ നെക്കുമേയോ കുട്ടികളുടെ ഫ്രോക്കുമേയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റിയ സ്റ്റിച്ചാണ്. അടുത്ത സ്റ്റിച്ചും സെയിം ലെങ്ത്തിൽ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. ഇവിടെ മാത്രമാണ് ഞാൻ 2 എണ്ണം ഒപ്പത്തിലുള്ളത് എടുക്കാൻ പോകുന്നത്. ഏറ്റവും ചെറിയ സ്റ്റിച്ച് മാത്രമേ എപ്പോഴും 2 പ്രാവശ്യം എടുക്കുന്നുണ്ട്. നേരത്തെ ഇവിടെയും 2 പ്രാവശ്യം അതേ ലെങ്ത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ഈ പൂവിൻ്റെ പെറ്റൽസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നടുക്കിൽ മുത്ത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ മുത്താണ്. അതിങ്ങനെ ഇതുപോലത്തെ പാക്കറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അധികം വിലയൊന്നും ആവില്ല. പിന്നെ ഇത് തുന്നാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ സൂചിയാണ് ഉപയോഗിക്കുന്നത്. എംബ്രോയിഡറിയുടെ സൂചി ഉപയോഗിച്ചാൽ നമുക്ക് പറ്റില്ല. ഏറ്റവും ചെറിയ വണ്ണത്തിലുള്ള സൂചി ഉപയോഗിക്കണം. പിന്നെ ഇതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന നൂല് സാധാരണ നൂലാണ്. നമ്മൾ തുന്നാൻ വേണ്ടി ഉപയോഗിക്കാറുള്ള സാധാരണ നൂലാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി സൂചിയുമേ നൂല് പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അറ്റത്ത് നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുത്ത് പിടിപ്പിക്കാം. അങ്ങനെ നമ്മൾ മുത്ത് പിടിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് പിസ്റ്റിൽ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവർ. ഇതുപോലെ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഭംഗിയുള്ള പല ഫ്ലവേഴ്സും ഈ സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്. അതുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.